നമസ്കാരം. മഴ മുന്നറിയിപ്പുകളെ സാധാരണ പോലെ അവഗണിച്ച് ശീലിച്ച മലയാളിക്ക് ഇന്നത് പേക്കിനാവായി മാറിയിരിക്കുന്നു. മാനം കറക്കുമ്പോഴേ മനമിടിക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപത്തായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങൾക്ക് ശേഷം മഴ ശക്തമാകാനുള്ള സാധ്യത കൂടുതലാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിലുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ട്. വരുന്ന 7-8 തീയതികളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 8-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മഴ മുന്നറിയിപ്പ് വരുന്നത്. ജനങ്ങളുടെ ആശങ്കയും ഉയരുകയാണ്. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഓണം മഴ കൊണ്ടുപോകുമോ എന്ന ചോദ്യവുമുണ്ട്. വളരെ പ്രതീക്ഷയോടെയാണ് ഇക്കൊല്ലവും ഓണത്തെ കാത്തിരിക്കുന്നത്. വടക്കൻ കേരളത്തിലാണ് മഴ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ. രാജസ്ഥാന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഒമാൻ തീരത്തിന് സമീപം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും മഴ ദുരിതം വിതയ്ക്കുന്നുണ്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ മഴക്കെടുതിയിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കനത്ത മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇരു സംസ്ഥാനങ്ങളിലെയും നദികൾ കരകവിഞ്ഞൊഴുകി. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ ആയിരക്കണക്കിന് ആളുകളെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. റെയിൽ, റോഡ് ഗതാഗതവും താറുമാറായി. നേരത്തെ 100-ലധികം ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു. കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച വിജയവാഡ ജില്ലയിൽ ബുഡമേരു നദി കരകവിഞ്ഞൊഴുകിയതോടെ പല നഗരപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. തലതിരിഞ്ഞ കാലാവസ്ഥയിൽ നട്ടം തിരിയുകയാണ് ലോകം. കാലവർഷം കുറെ കാലമായി ദുരിതമഴയായി പെയ്തിറങ്ങുന്നു. മഴ കനക്കുമ്പോൾ ഏത് ദുരന്തമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന ആശങ്കയിലാണ് എല്ലാവരും. കാലവർഷത്തിന്റെ കലി അടങ്ങുന്നില്ല. താളം തെറ്റുന്ന മഴയും കൊടും വേനലും നമ്മെ ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട് കുറച്ചു കാലമായി. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.